വീൽ ക്യാപ്പിൽ സിപ്പ് ടൈയൊക്കെ ഇട്ട് വെച്ചേക്കുന്നത് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. നിങ്ങളിങ്ങനെ സിപ്പ് ടൈയൊക്കെ ഇട്ട് വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് ക്ലീൻ ആക്കാൻ ശ്രമിക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ട്രിമ്മാണ് വരുന്നത്, അയൺ പാർട്ടാണ്, തുരുമ്പെടുക്കാനുള്ള സാധ്യത ഏറെ കൂടുതലാണ്. അപ്പം ഒന്ന് ശ്രദ്ധിക്കുക. ഇതുവരെയായിട്ടും ആ സിപ്പ് ടൈ ഇളക്കാത്തവർ ഒന്ന് ഇളക്കി നോക്കണം, നല്ലതായിരിക്കും. എന്തുകൊണ്ട് റിമ്മിൻ്റെ ക്യാപ്പിളൊക്കെ ക്ലീൻ ചെയ്യണമെന്ന് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇരുമ്പാണ്, തുരുമ്പിക്കും. പിന്നെ ഈ കാണുന്ന ഗ്യാപ്പൊക്കെ ഇല്ലേ, ഇവിടെയൊക്കെ നല്ലപോലെ ചെളി കാണും. അപ്പോൾ ഇവിടെ തന്നെ ചെറുതായിട്ട് ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ മാസത്തിലൊരിക്കൽ ഇത് കണക്കിളക്കി ക്ലീൻ ആക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ വാൽ ട്യൂബിൻ്റെ ഒക്കെ ഏരിയസിലൊക്കെ ഈ ഗ്യാപ്പിലൊക്കെ ചെളി കയറി ഇരുന്നിട്ട് തുരുമ്പുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ ഇതിൽ ചെറുതായിട്ട് ചെറിയ തോതിലൊക്കെ ഇപ്പോഴേ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ ആക്കിയിട്ട് WD-40 സ്പ്രേ ചെയ്തങ്ങിടും. അതാകുമ്പോഴത്തേക്കും വലിയ പ്രശ്നമില്ലാതെ കുറച്ച് നാൾ കിടക്കും. അപ്പോൾ ഞാനിത് ക്ലീൻ ആക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു ഷാമ്പു വാട്ടർ നിറച്ചൊരു കണ്ടെയ്നറുണ്ട്, ഡീറ്റെയിലും ബ്രഷുണ്ട്, നോർമൽ പെയിൻറ്റ് അടിക്കുന്നൊരു ബ്രഷുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ബ്രഷ് ഞാനിവിടെ യൂസ് ചെയ്യുന്നില്ല, എല്ലാവരും വീട്ടിൽ അത് കാണുന്നില്ല. അപ്പോൾ ഞാനിവിടെ ക്ലീൻ ചെയ്യാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നോർമൽ പെയിൻറ്റ് അടിക്കുന്ന ബ്രഷ് വെച്ചിട്ടാണ്. അത് എല്ലാവരും വീട്ടിലും കാണാം, അല്ലെങ്കിൽ പെട്ടെന്ന് അടുത്തുള്ള ഹാർഡ് ഷോപ്പിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. ഇനി നിങ്ങൾ ഇതില്ലാന്നുണ്ടെങ്കിൽ